ആകാശവാണി വാർത്താവീക്ഷണം. ആണവ നിർവ്യാപനം ലോകസമാധാനത്തിനുള്ള ശാന്തിമന്ത്രം. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം പാർവതി വിജയൻ. ചരിത്രത്തിന്റെ ഓരോ അധ്യായവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമാധാനമെന്നത് ഒരു പ്രചാരണായുധമല്ല, അത് മനുഷ്യരാശിയുടെ അനിവാര്യമായ ഉത്തരവാദിത്വം എന്നാണ്. സർവാധിപത്യത്തിനും അതീശത്വത്തിനും വേണ്ടിയുള്ള യുക്തിരഹിതമായ മത്സരത്തിൽ പലപ്പോഴും നേടുന്നത് വിജയത്തിന്റെ സുവർണ പതക്കമല്ല, മറിച്ച് നാശത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളാണ്. ലോകചരിത്രത്തിൽ യുദ്ധങ്ങളും ആയുധ മത്സരങ്ങളും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ച ദുരന്തങ്ങളാണ്. പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ വികസനത്തോടെ ലോകശാന്തിക്ക് നേരെയുള്ള ഭീഷണി അനന്തമായി വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കും മുൻതൂക്കം നൽകേണ്ടതിന്റെ ആവശ്യകത ലോക സമൂഹം ഗൌരവമായി തിരിച്ചറിഞ്ഞു. സമാധാനപ്രിയരായ ജനതയുടെ പ്രതികരണശേഷി ഉണർന്നതോടെ ഭരണകൂടങ്ങളും അവസരത്തിനൊത്തുയർന്നു. ലോകമെമ്പാടും പിന്നെ കണ്ടത് യുദ്ധത്തിനും സർവനാശം വിതയ്ക്കുന്ന ആണവായുധങ്ങൾക്കും എതിരെ വ്യാപകമായ പ്രചാരണങ്ങളായിരുന്നു. അതിനെ തുടർന്നാണ് വിവിധ സമാധാന യജ്ഞങ്ങളുടെ ഭാഗമായി ഓരോ വർഷവും മാർച്ച് 5 അന്താരാഷ്ട്ര നിരായുധീകരണ ആണവ നിർവ്യാപന ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. ലോക സമാധാനത്തിനുള്ള ശാന്തിമന്ത്രമായി ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. നിരായുധീകരണ പ്രക്രിയയെക്കുറിച്ചുള്ള മികച്ച അവബോധവും ധാരണയും പ്രത്യേകിച്ച് യുവാക്കളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് രാജ്യാന്തര തലത്തിൽ നിരായുധീകരണ ബോധവൽക്കരണ ദിനാചരണം ലക്ഷ്യമിടുന്നത്. ആണവ നിർവ്യാപനം എന്നത് ആണവായുധങ്ങളുടെ വ്യാപനം തടയുകയും നിലവിലുള്ള ആയുധശേഖരങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന അന്താരാഷ്ട്ര കരാറാണ് ആണവായുധ വ്യാപനം തടയൽ ഉടമ്പടി അഥവാ NPT. ഇത് ലോകശാന്തി നിലനിർത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. അന്താരാഷ്ട്ര നിരായുധീകരണ നിർവ്യാപന അവബോധ ദിനത്തിൽ ഭിന്നതകൾ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആണവായുധ ഭീഷണി നിർത്തുകയും ആയുധ മത്സരം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആയുധശക്തിയല്ല, സമാധാനമാണ് മനുഷ്യന്റെ യഥാർത്ഥ സുരക്ഷയെന്ന സന്ദേശമാണ് നിരായുധീകരണമെന്ന ആശയം ലോകത്തിന് നൽകുന്നത്. ആയുധ മത്സരങ്ങൾക്കായി വിനിയോഗിക്കുന്ന പണം മനുഷ്യക്ഷേമത്തിനും വികസനത്തിനും വിനിയോഗിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത UN നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനപരവും സുരക്ഷിതവുമായ ഭാവിക്കായി ലോകം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഭരണകൂടങ്ങളോടും ലോകജനതയോടും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. അന്താരാഷ്ട്ര നിരായുധീകരണവും ആണവ നിർവ്യാപനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ നിർണായക പങ്കാണ് വഹിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ആഗോള സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ ഐക്യരാഷ്ട്രസഭ ആയുധങ്ങളുടെ നിയന്ത്രണത്തിനും ആയുധശേഖരം പരിമിതപ്പെടുത്തുന്നതിനും വിവിധ കരാറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആണവ നിർവ്യാപന രംഗത്ത് 1970 പ്രാബല്യത്തിൽ വന്ന ആണവായുധ വ്യാപനം തടയൽ ഉടമ്പടി UN സംവിധാനത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറാണ്. ആണവായുധങ്ങളുടെ വ്യാപനം തടയുക, ആണവ നിരായുധീകരണവും പൊതുവായതും സമ്പൂർണവുമായ നിരായുധീകരണവും കൈവരിക്കുക, സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗം ഉറപ്പാക്കുക എന്ന 3 പ്രധാന ലക്ഷ്യങ്ങളോടെയാണ് ഉടമ്പടി രൂപീകരിക്കപ്പെട്ടത്. 1960കളിൽ ചർച്ച ചെയ്യപ്പെടുകയും 1970 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഈ ആണവ നിർവ്യാപന ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആണവായുധങ്ങൾ വ്യാപിക്കുന്നത് തടയുക എന്നതാണ്. അത് വലിയ തോതിൽ വിജയിച്ചിട്ടുമുണ്ട്. ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ആണവശേഷി നേടിയിട്ടുള്ളൂ. എന്നാൽ 1967 മുൻപ് ആണവായുധം വികസിപ്പിച്ച രാജ്യങ്ങളെ മാത്രം ആണവശേഷി രാഷ്ട്രമായി അംഗീകരിക്കുന്ന കരാർ വിവേചനപരമാണെന്നാണ് പല രാജ്യങ്ങളും വാദിക്കുന്നത്. UN ജനറൽ അസംബ്ലി കാലത്തിന്റെ ആവശ്യകതയനുസരിച്ച് നിരായുധീകരണവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പാസാക്കുകയും ആഗോള ചർച്ചകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി IAEA പോലുള്ള സ്ഥാപനങ്ങൾ രാജ്യങ്ങൾ ആണവ പരിപാടികൾ സമാധാന ആവശ്യങ്ങൾക്ക് മാത്രമാണ് വിനിയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തുന്നു. ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുമായി 1957 സ്ഥാപിതമായ UN സംവിധാനത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ആസ്ഥാനം. ആണവോർജ്ജം സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയാനുള്ള ശ്രമമാണ് പ്രധാനം. സുരക്ഷിതവും സമാധാനപരവുമായ ആണവ സാങ്കേതികവിദ്യ വികസ്വര രാജ്യങ്ങളിൽ എത്തിക്കുന്നതിൽ ഇത് യുക്തിസഹമായി പ്രവർത്തിക്കുന്നു. ആണവ സുരക്ഷാ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുകയും ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ആണവോർജ്ജ പ്രയോഗങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ കൈവരിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഏജൻസി രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉൽപാദനം ഉൾപ്പെടെയുള്ള വിവിധ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രം ആണവശാസ്ത്ര സാങ്കേതിക വിദ്യ ആസൂത്രണം ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും അംഗരാജ്യങ്ങളെ സഹായിക്കുന്നത് ഏജൻസിയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ആണവായുധ നിരോധന ഉടമ്പടി പോലുള്ള കരാറുകൾ ആണവായുധങ്ങളെ പൂർണ്ണമായി നിരോധിക്കാനാണ് ലക്ഷ്യമിടുന്നത്.
ആണവായുധങ്ങൾ വികസിപ്പിക്കുക, പരീക്ഷിക്കുക, കൈവശം വയ്ക്കുക, ഉപയോഗിക്കുക, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക എന്നിവ പൂർണ്ണമായും നിരോധിക്കുന്ന നിയമപരമായ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. 2017 ജൂലൈ 7 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഈ കരാർ 2021 ജനുവരി 22 പ്രാബല്യത്തിൽ വന്നു. ഇത് ആണവ നിരായുധീകരണം ലക്ഷ്യമിടുന്നു. ഉടമ്പടിയുടെ സുഗമമായ നടത്തിപ്പിനും പരിശോധനയ്ക്കും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിർണായക പങ്കുവഹിക്കുന്നു. ആണവായുധങ്ങളുടെ നിയന്ത്രണത്തിനും പരിമിതിക്കും വേണ്ടി UN പ്രവർത്തിക്കുന്നത് ലോകസമാധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നതാണ് സമകാലിക യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരമ്പരാഗത ആയുധങ്ങളുടെ അമിതമായ ശേഖരണവും ആയുധങ്ങളുടെ നിയമവിരുദ്ധ വ്യാപാരവും അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും സുസ്ഥിര വികസനത്തെയും അപകടത്തിലാക്കുന്നുവെന്നത് വൈകിയെങ്കിലും ലോകം തിരിച്ചറിഞ്ഞ വസ്തുതയാണ്. അതേസമയം ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വിനാശകരമായ ആയുധങ്ങളുടെ ഉപയോഗം സാധാരണക്കാരെ ഗുരുതരമായി അപകടത്തിലാക്കുന്നു. ആണവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം തടയുന്നതിൽ സഹകരണം വാഗ്ദാനം ചെയ്ത നിരവധി പ്രധാന ആണവേതര ശക്തികൾ നിലവിലുണ്ട്. 1967 ജനുവരി 1 മുൻപ് ആണവായുധങ്ങൾ പരീക്ഷിച്ച 5 രാജ്യങ്ങളായ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവയെ ആണവായുധ രാഷ്ട്രങ്ങളായി അംഗീകരിക്കുകയും മറ്റു രാജ്യങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ വിവേചനം ആഗോളതലത്തിലും മേഖലാടിസ്ഥാനത്തിലും പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിൽ അകപ്പെട്ടതിനു കാരണവും മറ്റൊന്നല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസവും സുരക്ഷാ ഭീഷണികളെ ചെറുക്കാനായി നടക്കുന്ന സൈനിക നീക്കങ്ങളും മേഖലയുടെ സ്ഥിരതയെ ദുർബലമാക്കുന്നു. യുദ്ധത്തിന്റെ ഭീഷണി ഉയരുമ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ടുതന്നെ സമാധാനപരമായ സംഭാഷണവും നയതന്ത്ര തലത്തിലെ പരിഹാരവുമാണ് ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് അത്യാവശ്യമായതെന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നു. ലോകത്തെവിടെയും നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് ഉറച്ചതാണ്. സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ എപ്പോഴും ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ആണവ നിർവ്യാപന ഉടമ്പടി അംഗീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. ആഗോള സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ആണവായുധ നിർവ്യാപന ഉടമ്പടി നിർണായക പങ്ക് വഹിച്ചുവരുന്നു. NPTയിൽ അംഗമല്ലെങ്കിലും ഇന്ത്യ ആണവ വ്യാപനം തടയുന്നതിൽ ഉത്തരവാദിത്തപരമായ നിലപാട് സ്വീകരിക്കുന്നു. നിരായുധീകരണം, ആണവ നിർവ്യാപനം, അന്താരാഷ്ട്ര സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ചും ഇന്ത്യ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നു. സാർവത്രികവും വിവേചനരഹിതവുമായ ആണവ നിരായുധീകരണം വേണമെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. കൂട്ടനശീകരണ ആയുധങ്ങളും അവയുടെ വിതരണ സംവിധാനങ്ങളും ലോകത്ത് നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കണം. എല്ലാ ആണവായുധങ്ങളും ഇല്ലാതാക്കപ്പെടുന്ന ഒരു ദിവസം പിറക്കുമെന്നു തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതീക്ഷ. അതുവരെ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോകം പ്രവർത്തിക്കുമ്പോൾ ബോധവൽക്കരണ പ്രചാരണ പരിപാടികളുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചുവരികയാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി UNന്റെ ആഭിമുഖ്യത്തിൽ വെബിനാർ, ഓൺലൈൻ ക്യാമ്പയിൻ, വെർച്വൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര നിരായുധീകരണ ആണവ നിർവ്യാപന ബോധവൽക്കരണ ദിനം ലോകത്തെ സമാധാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന ഒരു സുപ്രധാന ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആയുധശക്തിയല്ല, സമാധാന ചിന്തയും സഹകരണവുമാണ് ആവശ്യമെന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ആണവായുധങ്ങളും മറ്റു കൂട്ടനശീകരണ ആയുധങ്ങളും മനുഷ്യജീവിതത്തിനും പ്രകൃതിക്കും വലിയ ഭീഷണിയാണ്. അതിനാൽ അവയുടെ വ്യാപനം തടയുകയും നിലവിലുള്ള ആയുധങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നത് ആഗോള സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണ്. UN പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസവും സംവാദവും ശക്തിപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ നിരായുധീകരണം സാധ്യമാകുന്നത്. യുവജനങ്ങൾക്കും സമൂഹത്തിനുമിടയിൽ സമാധാനത്തിന്റെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതും അത്യന്താപേക്ഷിതമാണ്. ഇത്തരം ബോധവൽക്കരണ ശ്രമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആണവായുധ നിർവ്യാപനം മാത്രമല്ല, യുദ്ധമില്ലാത്ത ഒരു ലോകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതുകൂടിയാണ്. സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഓരോ രാജ്യവും വ്യക്തിയും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. അന്താരാഷ്ട്ര നിരായുധീകരണ ആണവ നിർവ്യാപന ബോധവൽക്കരണ ദിനം ലോകസമാധാനത്തിനുള്ള പ്രതിബദ്ധത പുതുക്കാനുള്ള അവസരമാണ്. ആണവായുധങ്ങളുടെ ഭീഷണി മനസ്സിലാക്കി രാഷ്ട്രങ്ങൾ സഹകരിച്ചാൽ സുരക്ഷിതവും സമാധാനപരവുമായ ഭാവി സാക്ഷാത്കരിക്കാനാകും. അതുകൊണ്ടുതന്നെ ഭാവി തലമുറയുടെ ബോധവൽക്കരണവും കൂട്ടായ പ്രവർത്തനവും ആയുധരഹിത ലോകം സൃഷ്ടിക്കാൻ നിർണായകമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.